സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോഴിതാ സുധീർ കരമന കൂടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. ഒരു സിനിമാ നടൻ കൂടിയായ സുധീർ കരമന ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അത് LDF എത്രത്തോളം സാധ്യത നൽകുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അനുശ്രീ, തീർച്ചയായും. കാരണം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയ ഒരു മണ്ഡലമായിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം സുധീർ കരമനയുടെ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും ഒരു കണക്കുകൂട്ടൽ, CPM-ന്റെ കണക്കുകൂട്ടൽ വരുന്നത് ഈ ഒരു കൃത്യമായ ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു മാത്രമല്ല. സുധീർ കരമനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ സഹചാരിയാണ്. ഒപ്പം തന്നെ ശിവൻകുട്ടി നിയമം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ഇലക്ഷൻ ഓഫീസ് അടക്കം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു. അങ്ങനെ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രത്യേകതയല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ത്രികോണ മത്സരത്തിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു സുധീർ കരമന, ഒപ്പം തന്നെ BJP-യുടെ കരമന ജയൻ അടക്കമുള്ള CP ജോൺ UDF-ൽ നിന്നും അങ്ങനെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഇപ്പോൾ സുധീർ കരമനയെ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് അവസാന ദിവസം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് തന്നെ ഒരുപാട് UDF-ന്റെയും LDF-ന്റെയും BJP-യുടെ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ ഒരു ദിവസം നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവൻകുട്ടി അടക്കം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. അത്തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ കരമന ജയന്റെ വീടിനും കരമന സുധീറിന്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അദ്ദേഹം രാവിലെ തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ സജീവമായി അതിലേക്ക് കൂടെ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും രഞ്ജിനി പരി അങ്ങനെയാണ്. പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രതീക്ഷകൾ. പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. LDF കൺവീനറിൽ നിന്നും LDF-ൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരണം, പ്രഖ്യാപനം വരണം. പ്രഖ്യാപനം വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ഞാൻ വേണ്ട രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. ഒരു സിനിമാ പ്രവർത്തകൻ, അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന നിലയിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു പിക്ചർ എങ്ങനെയായിരിക്കും? അല്ല, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലല്ലോ. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ